കാർത്തികപ്പള്ളി താലൂക്കിൽ ESM CSD ക്യാന്റീൻ അനുവദിക്കണമെന്ന് പൂർവ്വ സൈനിക് സംഘർഷ് സമിതി കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിമുക്ത ഭട സംഘടനകളുടെ കൂടി സഹകരണത്തോടെ ഈ ആവശ്യമുന്നയിച്ച് വിമുക്ത ഭടന്മാരുടെ ഒപ്പ് ശേഖരണം നടത്തി ഒരു ഭീമ ഹർജി ബന്ധപ്പെട്ട അധികൃതർക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. ഒപ്പ് ശേഖരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം കരിയിലക്കുളങ്ങരയിൽ നടത്തി. കാർത്തികപ്പള്ളി താലൂക്കിൽ ESM CSD ക്യാന്റീൻ അനുവദിക്കണമെന്ന് പൂർവ്വ സൈനിക സംഘർഷ് സമിതി കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ നമുക്കൊരു CSD ക്യാൻറ്റീൻ ആവശ്യം വന്നിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ട പ്രയത്നമാണ് യഥാർത്ഥത്തിൽ. ആദ്യം നമ്മുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ സാർ വ്യക്തിഗത ലെവലിൽ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് ഫലവത്തായില്ല. രണ്ടാമത് സംഘടന രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തു ഈ ഒരു ആവശ്യം നമുക്ക് ഉന്നയിക്കണമെന്ന്. അപ്പോൾ അത് സംസ്ഥാന കമ്മിറ്റി അതിന് വേണ്ടുന്ന സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാർത്തികപ്പള്ളി താലൂക്കിലുള്ള എല്ലാ ആർമി, എയർഫോഴ്സ്, നേവി കൂടാതെ ഒപ്പം ആസാം റൈഫിൾസിലുള്ള റിട്ടയർഡ് ആയിട്ടുള്ളവരും സർവീസിലിരിക്കുന്നവരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ സംഘടന തുടങ്ങിയിട്ട് 3 മാസക്കാലമേ ആയുള്ളൂ. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എക്സ് സർവീസ്മെൻ സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ചിലർ ലോക്കൽ നോക്കുന്നു, ചില ലോക്കൽ സംഘടനകൾ, ചില ആ ഏരിയയിൽ മാത്രം അവരുടെ വെൽഫെയർ നോക്കുന്നു. ഈ സംഘടന രൂപീകരിച്ചത് ഈ ഇരിക്കുന്ന ഒരു ഭൂരിപക്ഷം എക്സ് സർവീസ്മെന്മാർക്കും അറിയാൻ വയ്യാത്ത 3 1 റാങ്ക് 1 പെൻഷൻ ഇപ്പോൾ നടപ്പാക്കി. അതിൽ ഏതാണ്ട് ഒരു 40% ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുകയും എന്നാൽ 60% JSO ജവാൻസിന് ബെനിഫിറ്റ് കിട്ടാതെയുള്ള ഒരവസ്ഥയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞു, സംഘടിക്കുവിൻ ശക്തരാകുവിൻ. ഏത് കാര്യത്തിനും സംഘടിച്ചില്ലെങ്കിൽ യാതൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എക്സ് സർവീസുകാരുടെ പല ഓർഗനൈസേഷൻ നിലവിലുണ്ട്. അവരുടെ പരിശ്രമമൊക്കെ കൊണ്ടാണ് OROP സമയബന്ധിതമായിട്ട് പാസ്സായത്. അപ്പോൾ ഈ സംഘടന പുതിയ സംഘടനയുടെ ചേർന്ന് ഇനി അടുത്ത ഈ പേ കമ്മീഷൻ ഓർഡർ ചെയ്ത, അതായത് 8ാം ശമ്പള കമ്മീഷനകത്ത് ഒരുപാട് വ്യത്യാസം വരുത്താൻ പോവുകയാണെന്നാണ് അറിയുന്നത്. അത് ഏതെല്ലാം ഭാഗത്ത് നമ്മൾ മെമ്മോറാണ്ടമായിട്ട് പേ കമ്മീഷനെയും അതിൻ്റെ അധികാരികളെയും അറിയിക്കേണ്ടത് നമ്മുടെ അസോസിയേഷൻ്റെ, ഈ യൂണിയൻ്റെ, PSKയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ വരുന്ന പേ കമ്മീഷനിൽ, ശമ്പള കമ്മീഷനിൽ പെൻഷനിലും പേയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ പോവുകയെന്ന് ആണ് അറിയുന്നത്. ക്യാന്റീൻ അനുവദിക്കണമെന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യമാണെന്ന് കാട്ടി ബന്ധപ്പെട്ട അധികൃതർക്ക് ഭീമഹർജി നൽകുവാനും തീരുമാനിച്ചു. കാർത്തികപ്പള്ളി താലൂക്കിലെ കരസേനയിൽ നിന്നും, നേവിയിൽ നിന്നും, എയർഫോഴ്സിൽ നിന്നും, ഗ്രഫിൽ നിന്നും, ആസാം റൈഫിൾസിൽ നിന്നും മറ്റും വിരമിച്ച 10,000-കണക്കിന് വിമുക്ത ഭടന്മാരുടെ ഒപ്പ് ശേഖരണം നടത്തിയാണ് ഭീമഹർജി ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകുന്നത്. ഇതിനായുള്ള ഒപ്പ് ശേഖരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം കരിയിലക്കുളങ്ങരയിൽ നടന്നു. PSSSK അംഗവും മുതിർന്ന വിമുക്ത ഭടനും റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ യശോധരൻ രാഘവേന്ദ്രന്റെ വസതിയിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പ് വാങ്ങി ഒപ്പ് ശേഖരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നടന്നത്. സംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ, വിരമിച്ച സൈനികർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.